ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വന്ന മൈൻക്രാഫ്റ്റ് വീഡിയോ. നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നേക്കുന്നത് മൈൻക്രാഫ്റ്റുമായിട്ട്. ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2 വർഷമായാണ് ഞാൻ തിരിച്ചു വന്നിട്ട്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം വീഡിയോ ഇട്ടല്ലോ ഞാൻ. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മളിത് സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകാനാണ് നമ്മൾ പ്ലാന്. ഞാനിത് വേൾഡ് ക്രിയേറ്റ് ആയിട്ട് അറിയാം, സമയം കുറേ എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്പോൺ ആയിരിക്കുന്ന ഏതോ ഒരു കുറ്റിക്കാടിൻ്റെ ഇടയ്ക്കാണ്. അല്ല ഇടയ്ക്കല്ല, പുറത്താണ്. നമ്മളപ്പോൾ ഇവിടെ ഇനി കണ്ടുപിടിക്കേണ്ട ഇതെന്ത് എന്നാ ചെയ്യില്ല. ഇവരെന്തൂടെ കുഴപ്പം എനിക്ക്. ആരാണ്? എന്താണ്? ഓണ്ട അടുത്തവന് ഓടെ കൊല്ലാൻ വരത്ത് ഓടിക്കുന്നു. ഇവനൊക്കെ എന്തോടെ കുഴപ്പം എന്നോട്? പോടാ. ചേടാ അവിടെ ധൈര്യം നമ്പി വാടാ. നീ എന്നെ കൊല്ലുവോ? എന്തായാലും ഒന്നും കൂടെ റീസ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഐഡിയ കിട്ടി. നമുക്ക് പുതിയ ബാമ്പു വെച്ച് ഫുഡുണ്ടാക്കാൻ പറ്റി തോന്നുന്നത്. എവിടെ നിറച്ച് അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ലാഭമായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളിത് മൊത്തം പൊട്ടിച്ചെടുക്കുന്നു. ചെറിയൊരു ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാൻ അത്രയും പാടാണെങ്കിൽ ഇത് പ്രശ്നമുണ്ടോ ഇനി? അപ്പോൾ നമ്മുടെ ഇത് ഒരു സ്റ്റാക്ക് അടുപ്പിച്ചായി. എനിക്കൊന്ന് ഇത് വെച്ച് ഇനി ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇരുന്നീനകത്തില്ലേ തുമ്പൽ വരെ. അപ്പം എനിക്ക് ഭയങ്കര പനിയാണ്, അതുകൊണ്ടാണ് ഇപ്പം തുമ്മിയത് ഞാൻ. ഞാൻ കണ്ട് ട്യൂട്ടോറിയൽ വീഡിയോ ചോദിച്ചു എന്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർ പറഞ്ഞത്. എന്നെ പറ്റിച്ച. ഇപ്പോൾ ഗൈസ്, എന്നെ അവന്മാർ പറ്റിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്പോണായി കൊണ്ട് ഇവിടെ ഇല്ലേ. അപ്പോൾ ഇത് ഓട്ടിക്കട്ടെ അക്കാലത്തേക്ക്. ഇതെന്ത് നമ്മൾ ചോദിച്ചാൽ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊന്നും കൊടുത്തില്ല, ഞാൻ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഇങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ഉണ്ടാക്കുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര മോശമായിരുന്നു. ഇവനെ കൊണ്ട് വല്ല കഷ്ടമായല്ലോടാ. അപ്പം ഇനി അടുത്തത് ഒരു സോഡ്, ഒരു ആക്സ് ഉണ്ടാക്കാം. ആടിനെ തപ്പിപ്പോവാം. അത് ആടില്ല, ആടാണ്. ഇവനെ കൊണ്ടൊക്കെ എന്തുവാടെ? വാവ്, ചേട്ടാ ഇവിടെ ആരും ഇല്ല. ഇവിടെ ഒന്നും ഒരു ആടിനെ കാണാറില്ലേ? ഇതെന്തു സ്ഥലമാണ് ഗൈസ്? ബ്രോ ഇത് ആടിനെ കണ്ടോ ഇവിടെ ആടെങ്കിലും? ബ്രോയ്ക്ക് അടുത്തില്ല എന്നാണ്. ദൂരമായിട്ട് പോയി നോക്കാം. ഓ, അടുത്ത കടലാണ്. ഇവിടെ ഒന്നും കാണാനില്ല. ഗൈസ്, ആടിനെ കാണാനില്ല. ഞാനിവിടെ ആടിനെ തപ്പി നടക്കുമോ?
ഇപ്പം ആ ആടിനെ കണ്ടിട്ട് നമുക്കിനി കാണാം. ഗായ്സ് എന്ത് കഷ്ടമാണ് ഗായ്സ്, ഇവിടെ ഈ പഞ്ചായത്തിലൊരു ആടിനെയും കാണുന്നില്ല. പക്ഷേ എന്ത് കഷ്ടമാണ്. അയ്യോ ചാടിയാ തന്നെ. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോ നാളെ വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് വഴി തെറ്റി എനിക്ക് തോന്നുന്നത്. ഇനിയും നമുക്കൊരു കാര്യം ചെയ്യാം, രാത്രിയായി, എന്തായാലും ഇവിടെ ആടിഞ്ഞ തപ്പിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു ഫുള്ള് ആടിഞ്ഞ് തപ്പ് വരുന്നു. മൈൻക്രാഫ്റ്റ് നമ്മൾ കളിക്കുമ്പോൾ ഇതാണ് പ്രശ്നം, നമ്മൾ തപ്പുന്ന സാധനം അവർ തരത്തില്ല. നമ്മൾ തപ്പാത്തപ്പോൾ അത് ഇഷ്ടം പോലെ അവർ തരും. ഗൈസ് ഈ അവസ്ഥ വന്ന് എത്ര പേരുണ്ട് ഇപ്പോൾ വീഡിയോ കാണുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ ഗൈസ് നമ്മൾ രാത്രി മരത്തിനുണ്ടാക്കിയോ നിൽക്കുമോ, താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ തട്ടുമോ നിൽക്കുമോ എല്ലാം കൂടി. താഴെ സ്കെലറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നു, അവൻ്റെ കൂടെ കുറേ ഉള്ളു. അതുകൊണ്ട് നമ്മളെ ചെറുത്താണ് നിൽക്കുന്നുണ്ട്. ചേട്ടാ ഇവിടെ താഴോട്ട് ഇറങ്ങി ഇങ്ങോട്ടിറങ്ങി നമുക്ക് അടിയാണ്, അതാണ് സീന്. ചേട്ടന് രാത്രി ആയിരുന്നു പോകുന്നില്ലല്ലോ സമയമൊന്നും. അപ്പം നമുക്ക് ആവശ്യത്തിന് അങ്ങനെ ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം എടുത്തേക്കുന്നത് കളത്തേക്ക്. ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ഇപ്പം ചെറുതായിട്ടൊന്ന് രാവിലെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി രാവിലെ ഇറങ്ങത്തുള്ളൂന്നാണ് തോന്നുന്നത്. ഉമ്മാരെല്ലാം ഇപ്പം ഇറങ്ങിയാൽ വെട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് ചിലന്തി അവിടെ ധൈര്യമാണ് കയറി വിടാം ചിലന്തിക്കുണ്ടായവന്. അവൻ കാര്യമായിട്ട് എടുത്തെന്നാണ് തോന്നുന്നത്. എനിക്ക് താഴോട്ട് ചാടി ഞാൻ ചാവും, അതും എന്തായാലും ഞാൻ ചാവും ഉറപ്പായി. ഒരു കാര്യം ചെയ്യാം, എന്തായാലും രാവിലെയായി, മരുടെ കഴിക്കുമ്പോൾ തീരുമാനം വയ്ക്കുള്ളൂ. നമുക്ക് താഴെയുള്ള 5-6 ബ്ലോക്കും കൊട്ടിച്ചെടുക്കാം. എൻ്റെ ദൈവം വേണ്ട താഴെത്തന്നെ. അപ്പൊ ഗായ്സിന് ഒരു വഴിയേ ഉള്ളു. അപ്പം നമ്മൾ പടമായിട്ടുണ്ട്. എവിടെ ചത്തെന്ന് പിടുത്തമില്ല എടുക്കാൻ. ഇവിടെ അടുത്തവിടെ വലിയ മരത്തിലല്ല ഞാൻ കയറി നിന്നത്. എനിക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ, പക്ഷെ എവിടെ നിന്ന് ഓർമ്മയില്ല. അപ്പം നമ്മൾ തപ്പി പോകേണ്ടതായിട്ട് വരും. നമ്മളുടെ ബേസ് വേണ്ട ഏത് മരത്തിലായിരുന്നു ഞാൻ ഇവിടെ കാണായിരുന്നു. ഈ മരത്തില്ലായിരുന്നു. അല്ല അപ്പോൾ ഈ മരമല്ലേ ഗൈസ്, അപ്പോൾ നമുക്ക് ഇച്ചും കൂടെ ദൂരമായിട്ട് കൊണ്ടുവരും. ഇപ്പം നമ്മളിതൊന്നും കറങ്ങി അടിച്ച് വിടുന്നു. ഇപ്പം ഗൈസ് അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഒരു ആടിനെ നമ്മൾ കണ്ടിരിക്കുന്നു. ആട് പശുവിൽ ഓരോ വഴിയുണ്ട്. അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. പറഞ്ഞ കേട്ടിട്ട് പശുവിന് കൊമ്പുണ്ട്. നമ്മളിപ്പോഴാണ് ഓർത്തത്. ഞാൻ പശുവിന് 5 തടി കൊന്നില്ല ഇടയ്ക്ക്, ആടെന്ന് വിചാരിച്ച്. ഞാൻ ബുദ്ധിമാൻ തന്നെ. അപ്പോൾ ഇവിടെ ഒരു വേറൊന്നും ഞാൻ ഇപ്പോൾ ഒന്നുമില്ലേ.
ഇപ്പോൾ നമ്മളത് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കളി നമ്മൾ വിശന്നും കൂടി ചാറായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ക്രീപ്പർ വെട്ടിപ്പോൾ പടവായത്. താഴ്ക്കാഴ്ച കുറച്ച് പോപ്പി, ഇതിൻ്റെ പേരെന്ത് വരുന്നു? പോപ്പി കുറച്ച് നമുക്ക് എടുക്കാം. 3 പോപ്പി ഇരിക്കട്ടെ. എന്തായാലും ഇവിടെ ഒരേ കളർ ആടൊന്നും സ്പോൺ ആവാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തത് ഈ ഏരിയ പകുതി കൂടുതലും. ഇന്ന് വീഡിയോ ഭയങ്കര ലെന്തി ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോഴത്തേക്ക് ആ ബെഡ് ബാക്കി കുറച്ച് സാധനങ്ങളുള്ള ശരിയാക്കിയിട്ട് നമുക്ക് പിന്നെ നാളെ കാണാം.